ശബരിമലയിൽ നടൻ ദിലീപിന് ലഭിച്ച VIP പരിഗണനയെക്കുറിച്ചുള്ള വിഷയമാണ്. അതിൽ വലിയ വിമർശനം ഹൈക്കോടതി നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ദിലീപ് ആ സമയത്ത് അവിടെ ദർശനം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ കുറേയധികം ഭക്തരുടെ ദർശനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ദിലീപിന് ഈ പരിഗണന ലഭിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഹൈക്കോടതി ശക്തമായ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കണ്ടതാണ്. ദേവസ്വം ബോർഡും അതിന് ഉദ്യോഗസ്ഥരായ അവിടെ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരോട് നിലപാട് തേടുന്നത് അല്ലെങ്കിൽ അവരോട് വിശദീകരണം തേടുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സ്വമേധയെടുത്ത ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ വിമർശനം ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഇന്ന് വിശദമായ റിപ്പോർട്ട് നൽകും. അർച്ചന നമ്മളോടൊപ്പം ചേരുകയാണ് ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന്. അർച്ചന, രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ദിലീപ് വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയത്. എങ്ങനെ ഈ പ്രശ്നം എങ്ങനെ ദിലീപിന് അവിടെ അത്ര VIP പരിഗണന ലഭിച്ചു? മറ്റുള്ളവരുടെ ദർശനം അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് VIP പരിഗണന നൽകാനുള്ള എന്ത് പ്രത്യേകതയാണ് ഒരു സിനിമാ നടൻ മാത്രമായ ദിലീപിനുള്ളത് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇന്ന് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറും ഈ വിഷയത്തിൽ നിലപാട് പറയും. ഒപ്പം തന്നെ അതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും കോടതിയിൽ വിശദീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, നടൻ ദിലീപിന്റെ ഈ ശബരിമല VIP ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി ഉന്നയിച്ചത്. ഇതിന്റെ തുടർച്ചയായി ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പറഞ്ഞിരുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിശദമായ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം സമർപ്പിക്കും. ഒപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ നടപടിയെടുത്തിരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം അറിയിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ട് കൈമാറും. മറ്റൊന്ന് പറഞ്ഞത് ഈ CCTV, അതായത് അന്ന് ദിലീപ് എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൈമാറാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് കോടതിക്ക് കൈമാറും. കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് നടൻ ദിലീപിനെയും സംഘത്തെയും വിമർശിച്ചത്. അതായത് ഭക്തർ ക്യൂ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ദിലീപ് മാത്രം എങ്ങനെ ഇത്തരത്തിൽ കയറി എന്നതാണ് പ്രധാനമായും കോടതി ചോദിച്ചത്. മാത്രമല്ല, കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ക്യൂ നിൽക്കുകയാണ്. ഇതിനിടെയാണ് ദിലീപും 4 അംഗ സംഘവും ചേർന്ന് അരിവരാസനം നടക്കുന്ന ഈ പ്രധാന സ്ഥലത്തേക്ക് ദർശനം നടത്തിയത്. 10 മിനിറ്റോളം അവർ അവിടെ നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ കോടതി കൃത്യമായി വിമർശിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് നൽകാൻ ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡ് ഇന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം ദിലീപ് അന്നത്തെ CCTV ദൃശ്യങ്ങളും സമർപ്പിക്കും. ഇതുകൂടാതെ ശബരിമല കമ്മീഷണർ, അതായത് സ്പെഷ്യൽ കമ്മീഷണർ വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും. എന്തായാലും 4 പേർക്കെതിരെ അന്ന് തന്നെ നടപടിയെടുത്തിരുന്നുവെന്ന് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടപടിയെടുത്തിരുന്നുവെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ വിവരങ്ങളും ഇന്ന് കൈമാറും. ശരി, നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കോടതി ആ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കണ്ടു, വിമർശിക്കുന്നത് കണ്ടു. ദേവസ്വം ബോർഡും അതിൻ്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. സാധാരണക്കാരായ ഭക്തരുടെ ദർശന സൗകര്യം തടഞ്ഞിട്ട് ഒരു സിനിമാ നടൻ മാത്രമായി ദിലീപിന് അത്ര പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നും അവിടെയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സുരക്ഷ, അവരുടെ മറ്റ് പ്രോട്ടോക്കോളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സിനിമാ താരത്തിന് അങ്ങനെ നമുക്കിടയിൽ ഒരു വേർതിരിവിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ചും ദിലീപിനെ പോലെ ഒരാൾക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.